സ്നേഹപുറം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ രാധികയോട് പറയണേണ്, അതെ, താൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന തൻ്റെ ഭഗവാനിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടല്ലോ. താനെല്ലാം ഭഗവാനിൽ അർപ്പിച്ചല്ലേ ജീവിക്കുന്നത്. തൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളധികം നാളെ പിരിച്ചിരിക്കാനൊന്നും ഭഗവാനെ കൊണ്ട് പറ്റില്ല. നോക്കിക്കോ, ഒരു ദിവസം ഭഗവാൻ തന്നെ തൻ്റെ അമ്മയെ തൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. പിന്നെ തനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കണ്ട. തൻ്റെ സന്തോഷങ്ങളിൽ മാത്രമല്ലല്ലോ സങ്കടങ്ങളിലും ഞാൻ പങ്കുചേരണ്ടേ. അതുകൊണ്ട് ഇനി ഇതുപോലെ സങ്കടം വന്നു എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒറ്റക്കിരുന്ന് കരയാനൊന്നും നിന്നേക്കരുത്, മനസ്സിലായോ? എടോ, തൻ്റെ കൂടെ എന്തിനും ഏതിനും താൻ എന്ത് പ്രശ്നത്തിൽ പെട്ടാലും തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനേ തൻ്റെ ഭർത്താവായ ഞാനുണ്ട്. അക്കാര്യം എന്നും തൻ്റെ മനസ്സിലുണ്ടാവണം. ഇതങ്ങ് കഴിച്ചേ എന്നും പറഞ്ഞ് രാധികയ്ക്ക് ഭക്ഷണം വീണ്ടും വാരി കൊടുക്കുവാണ്. അന്നേരം രാധികയുടെ മനസ്സ് നിറയുവാണ് കേട്ടോ. അങ്ങനെ രാധിക സന്തോഷത്തോടെ വരുണിൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ ശ്യാമേനെയും അമൃതേനെയും കൂട്ടി ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രശേഖരൻ പറഞ്ഞതനുസരിച്ച് ബെഞ്ചമിൻ കാറിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ഡോക്ടറെ കാണാനായിട്ട് നേരെ അയാളുടെ റൂമിലേക്ക് കയറി ചെല്ലുക. ഈ സമയം ഡോക്ടറാണെങ്കിൽ അവിടെ ആവി പിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ബെഞ്ചമിൻ പെട്ടെന്ന് കയറി വന്നതും ഡോക്ടർ പെട്ടെന്ന് തന്നെ തിരിയുന്നത് കാണുമ്പോൾ ഒരു നിമിഷം ബെഞ്ചമിനൊന്ന് പേടിച്ചു പോകുക. അന്നേരം ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിക്കണേ, എന്ത് പറ്റിയടോ, പേടിച്ചു പോയോ? പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ താൻ വാ, വന്നിരിക്കേ. ഡോക്ടർ, ഞാൻ ബെഞ്ചമിൻ. ചന്ദ്രശേഖരൻ സാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ? പറഞ്ഞിട്ടുണ്ട്. പുതിയ ഇങ്ങോട്ടേക്കുള്ള 2 അഡ്മിഷനും കൊണ്ട് വന്നതാണല്ലേ? അതെ, പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. ഇവിടെയുള്ളവർ ആ ഗായിക ശ്യാമേനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാവില്ലേ? എടോ, താൻ അക്കാര്യം ഓർത്ത് ടെൻഷനാകിയേ വേണ്ട. ഇതേ എൻ്റെ ഹോസ്പിറ്റലാണ്. പിന്നെ അവർ മുഴുവൻ സമയം ഇരിക്കാൻ പോകുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ റൂമിലാണ്. അവിടെ ഇരിക്കുന്നവരെ ആരും കാണാനായിട്ട് പോകുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ അവരെ മറ്റുള്ളവർ തിരിച്ചറിയുള്ളൂ. ഈ ഹോസ്പിറ്റലിൽ ഇതുപോലെ പല പ്രശസ്തരായിട്ടുള്ളവരും സമ്പന്നരും സമൂഹത്തിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്നവരും ഒത്തിരി പേര് കൊണ്ടുവന്ന് ആക്കിയിട്ടൊക്കെയുണ്ട്. ചിലരൊക്കെ ഈ കൊണ്ടുവന്നാക്കുന്നവരുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ചിലരൊക്കെ ആജന്മ ശത്രുക്കളായിരിക്കും. അവരുടെ നേട്ടത്തിനായിട്ട് അവരിവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായിരിക്കും. ആരാണെങ്കിലും ശരി, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നരകിച്ചിരിക്കും. സ്വന്തം ജീവിതം പോലും വെറുത്ത് അവരിവിടെ ഇരുട്ട റൂമിൽ കിടന്ന് അവരുടെ ബാക്കിയുള്ള കാലം മുഴുവൻ അനുഭവിച്ചങ്ങ് തീർക്കും. ചന്ദ്രശേഖരൻ കാര്യങ്ങളെല്ലാം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അവരുടെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് മിസ്റ്റർ ബെഞ്ചമിൻ പേടിക്കേണ്ട കാര്യമില്ല. എവിടെ, നമുക്കൊന്ന് അവരുടെ അരികിലേക്ക് ചെല്ലാം. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ ഡോക്ടർക്കൊപ്പം പുറത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്യാമയും അമൃതയും കണ്ണൊക്കെ കെട്ടിയിട്ട് അവിടെ ഗുണ്ടകൾക്കൊപ്പം കാറിലിരിക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം ബെഞ്ചമിൻ അവരെ 2 പേരും കാണിച്ചു കൊടുത്തിട്ട് പറയണേ, ഇതാ ഡോക്ടർ, ഞാൻ പറഞ്ഞ ആളുകൾ. അന്നേരം ഡോക്ടർ അവിടെയുള്ള സ്റ്റാഫുകളെ വിളിക്കുക. ഇവർ 2 പേരെയും വേഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ആ 2-3 സ്റ്റാഫുകൾ വന്ന് ശ്യാമേനെയും അമൃതേനെയും ബലമായിട്ട് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക. അന്നേരം ശ്യാമ അമൃതയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങളൊക്കെ ആരാ, എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഇതെവിടെയാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവർ അതിനൊന്നും മറുപടി പറയാതെ അവരെ ബലം പ്രയോഗിച്ച് അകത്തവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. ഈ സമയം ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറയണേ, കോടിക്കണക്കിന് വിലയുള്ള ശബ്ദത്തിനുടമയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറിപ്പോയത്. ഇപ്പോൾ അവരുടെ നാവിൽ നിന്നും വരുന്നത് കേട്ടില്ലേ? എവിടെയായത്, നിങ്ങളൊക്കെ ആരാ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് ഗായിക ശ്യാമയോട് മുൻവൈരാഗ്യമോ ദേഷ്യമോ പകയോ ഒന്നും തന്നെയില്ല. പക്ഷേ എനിക്ക് കാശ് കിട്ടണമെങ്കിൽ ശ്യാമയെ ദ്രോഹിച്ചല്ലേ പറ്റൂ. എനിക്കപ്പോൾ അത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ ബെഞ്ചമിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കൈയും കാലും ഒക്കെ ഇടിഞ്ഞ് കയ്യിലും കാലിലും ഒക്കെ പ്ലാസ്റ്റർ ഇട്ട് അവശനായി കിടക്കുന്ന ഗൗതത്തിനെയാണ് കേട്ടോ. ഈ സമയം ഉർവശി അങ്ങോട്ടേക്ക് എത്തുവാം. മോനെ ഗൗതം, എങ്ങനെയുണ്ട് നിനക്ക്? ഇപ്പോഴും നല്ല വേദനയുണ്ടോ? എന്നാലും നീ എങ്ങനെയാ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദേഹത്ത് ആകുമാനം കുറേ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. കണ്ട സ്റ്റെപ്പിൽ നിന്നും വീണതുപോലെ ഇല്ലല്ലോ. സത്യം പറ, എന്താ നിനക്ക് സംഭവിച്ചത്? എന്തുണ്ടെങ്കിലും നിനക്ക് തുറന്നു പറഞ്ഞൂടെ? പറ, എന്താ മോനെ പറ്റിയത് നിനക്ക്? ഈ സമയം ഗൗതം പറയണേ, അത് പിന്നെ അമ്മേ എന്നും പറഞ്ഞ് ഗൗതം പറയാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്ത് വാതിൻ്റെ അവിടെ സൂര്യ വന്ന് നിൽക്കുവാണ് കേട്ടോ. സൂര്യയെ കാണുന്നതും ഗൗതം അങ്ങ് പേടിച്ചു പോകുവാണ്. ഗൗതം പിന്നീട് ഒന്നും മിണ്ടാതെ സ്റ്റക്കായി നിൽക്കുവാണ്. അന്നേരം തിരിഞ്ഞു നോക്കുന്ന ഉർവശിയാണെങ്കിൽ അവിടെ സൂര്യ വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയം ചെറിയമ്മയെ കാണുന്നതും സൂര്യ പറയണേ, ചെറിയമ്മേ, ഞാനേ ഇവനിവിടെ ബോറടിച്ചിരിക്കുവാണെങ്കിലോ എന്ന് കരുതി കമ്പനി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വന്നത്. എന്താണെങ്കിലും ചെറിയമ്മ ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞ് സൂര്യ അങ്ങോട്ടേക്ക് പോകുവാണ്.
ഈ സമയം ഉർവശി വീണ്ടും ചോദിക്കുന്നുണ്ട്, സത്യം പറ, ഇന്നലെ നീ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മദ്യപിച്ചായിരുന്നോ? മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയോ? അതോ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് വലിച്ചു കയറ്റിയോ? അതിൻ്റെ കിക്കിലാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ലെങ്കിൽ നീ ആരെങ്കിലോട് പ്രശ്നം ഉണ്ടാക്കിയോ? അവർ നിന്നെ പെരുമാറിയതാണോ? എന്താണ് നിനക്ക് സംഭവിച്ചത്? അന്നേരം ഗൗതം ദേഷ്യപ്പെടുവാണ്. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എന്താ കാര്യം എന്ന്. സ്റ്റെയർ കേസിൽ നിന്ന് വീണത് തന്നെയാ. അമ്മ ഇതിനെ വീണ്ടും എനിക്ക് സ്വസ്ഥത കളയാനായിട്ട് അത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഒന്ന് എന്നിട്ട് പോകുന്നുണ്ടോ? ഓ, അല്ലെങ്കിലും നീയും നിൻ്റെ അച്ഛനൊക്കെ കണക്ക് തന്നെയാടാ. എവിടെയെങ്കിലും തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യം മുഴുവൻ നീയും നിൻ്റെ അച്ഛനൊക്കെ കൂടി എൻ്റെ മേത്താണല്ലോ തീർക്കുന്നത്. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണല്ലോ ഞാനിവിടെ. എനിക്കിവിടെ ഒരു അടിമയുടെ വിലയല്ലേ നീയൊക്കെ തരുന്നത്. അതുകൊണ്ടല്ലേ എന്നോട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിനക്ക് ചായയോ കുടിക്കാനായിട്ട് തണുത്ത് എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും വേണോ? എൻ്റെ അമ്മേ, എനിക്കൊന്നും വേണ്ട. ആദ്യയുടെ നിന്ന് അമ്മയ്ക്ക് എണീറ്റ് പോകാൻ പറ്റുമോ? എനിക്ക് കുറച്ച് മനസ്സമാധാനമാണ് ആവശ്യം. ഓ, അല്ലെങ്കിലും ഇപ്പം നിനക്ക് ഞാനാണല്ലോ മനസ്സമാധാനം തരാത്തത്. എവിടെ നിന്നോ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് പിന്നെ കുറ്റമെല്ലാം അമ്മയുടെ തലയിലേക്ക് ചാരി വെച്ചാൽ മതിയല്ലോ. അമ്മേ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. വെറുതെ കണ്ണീര് ഒഴുക്കി എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അതേക്കുന്നതും ഉർവശി ദേഷ്യത്തിൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം പുറത്ത് സൂര്യ നിൽക്കുന്നുണ്ടാവും. അന്നേരം ഉർവശി പരിഭവത്തോടെ പറയണേ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഞാൻ കരയുന്നതാണ് കള്ളക്കരച്ചിലായി തോന്നുന്നത്. ഇവനെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കയ്യിലിരിപ്പിൻ്റെ തന്നെ ഇവന് കിട്ടിയത്. അങ്ങനെ പറഞ്ഞ് ഉർവശി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സൂര്യ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ഗൗതമിൻ്റെ അരികിലേക്ക് ചെല്ലുക. അന്നേരം ഗൗതമാണെങ്കിൽ ഭയന്ന് വരച്ച് കിടക്കുമായിരിക്കും. ഈ സമയം സൂര്യ ചോദിക്കണേ, അതെ, എന്തായിരുന്നു നിൻ്റെ ഉദ്ദേശം? സത്യങ്ങളെല്ലാം സംഭവിച്ചത് എന്താണെന്നൊക്കെ ചെറിയമ്മയോട് പറയാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല എന്ന് ഗൗതം ഭയത്തോട് പറയുവാണ്. ഈ സമയം സൂര്യ പറയുന്നുണ്ട്, അതെ, നിൻ്റെ നാവിന്ന് ഇക്കാര്യം പുറത്തു പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. ഇതിലും മെയിലായിരിക്കും. നിൻ്റെ അച്ഛനായിട്ട് ഞങ്ങളെ കുറേ ദ്രോഹിച്ചിട്ടുണ്ട്. അയാൾ ഞങ്ങളുടെ പുറകെ നടന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മോനും അച്ഛൻ അതേ പാത പിന്തുടർന്ന് ഞങ്ങളെ ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും കണ്ട് കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കില്ല. നിന്നെയുണ്ടല്ലോ, എൻ്റെ ഈ കൈ കൊണ്ട് തന്നെ ഞാൻ അങ്ങ് തീർക്കും. എന്നിട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നീ ഇനി എന്തെങ്കിലും വേഷം കെട്ടുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്നത് ഒരു സാമ്പിൾ മാത്രമാണ്. അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത്. ആ കാര്യം എൻ്റെ മോൻ മനസ്സിൽ വെച്ചേക്കണം, കേട്ടല്ലോ. അങ്ങനെ പറഞ്ഞ് സൂര്യ ഗൗതത്തിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോകുവാണ്ടോ. അന്നേരം ഗൗതമാണെങ്കിൽ അതെല്ലാം കേട്ട് ഒന്നും ചെയ്യാനും പ്രതികരിക്കാനും പറ്റാതെ ആകെ ദേഷ്യത്തിൽ കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലെത്തി കൽപ്പന ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം രാധികയോടും വരുണിനോടും പിന്നെ ജയഭാരതി അമ്മയോടൊക്കെ പറയുവാണ് കേട്ടോ. അന്നേരം കൽപ്പന സന്തോഷത്തിൽ പറയണേ, എൻ്റെ വരുൺ, നിൻ്റെ പ്ലാൻ സമ്മതിച്ചിരിക്കുന്നു. ഗൗതത്തിനെ ഇന്നലെ സുരേഷ് ശരിക്കും പെരുമാറിയിട്ടുണ്ട്. ഗൗതമാണെങ്കിലേ നടന്നത് എന്താണെന്ന് പുറത്തു പറയാൻ പോലും പറ്റാതെ വേദനയെ സഹിച്ച് കൈയും കാലും എല്ലാം ഒടിഞ്ഞ് അവശനായി കിടക്കുവാണ്. ഇനി എന്താണെങ്കിലും ഗൗതത്തിനെ കൊണ്ടുള്ള ശല്യമൊന്നും എനിക്കുണ്ടാകാൻ പോകുന്നില്ല. വരുൺ, രാധികെ, നിങ്ങൾ രണ്ടുപേർക്കുമാണ് ഞാൻ നന്ദി പറയേണ്ടത്. രാധികെ, എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ തളർന്നു വന്നപ്പോൾ നീയാണ് എന്നെ ചേർത്ത് പിടിച്ചതും കൂടി നിർത്തിയതും ഒക്കെ. സത്യം പറഞ്ഞാൽ നീ എന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉണ്ടാകുള്ളൂ, ആത്മഹത്യ. അന്നേരം രാധിക പറയണേ, ഏട്ടത്തി, ഇനിയിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും മാറിയില്ലേ? എന്തിനും ഏതിനും കൂടായിട്ട് ഭർത്താവ് കൂടെ ഉണ്ടല്ലോ. ആ ഒരു ധൈര്യം തന്നെയല്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ശരിയാ രാധിക നീ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അത് അനുഭവിച്ചറിയുന്നുണ്ട്. അത് നമുക്ക് തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. ഈ സമയം ജയഭാരതിയമ്മ പറയുന്നുണ്ട്, കൽപ്പനെ, നീ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് മാറിയതാണെങ്കിൽ എനിക്കും അതിൽ സന്തോഷം തന്നെയാണ് ഉള്ളത്. പക്ഷേ നിന്നെയും ഉർവശിനെയൊന്നും പെട്ടെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ദ്രോഹങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാം മുത്തശ്ശി. പക്ഷേ ഇപ്പോൾ എൻ്റെ തെറ്റുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും നാളെ മുമ്പ് വരെ കൽപ്പന എന്നുള്ളൊരു ചിന്തയും അഹങ്കാരവുമായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഞാൻ അഹങ്കരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്കറിയാം കൽപ്പന എന്നുള്ള എൻ്റെ പേരിന് ഒരു വിലയില്ലെന്ന്. ഇപ്പം ഞാൻ കണിമംഗലത്തെ സൂര്യയുടെ ഭാര്യ എന്ന നിലയിലാണ് അഭിമാനിക്കുന്നത്. 6 പേരാ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അതേക്കുന്നതും രാധിക പറയണേ, അത് നന്നായിട്ടെത്തി. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ അഭിമാനിക്കണം. അത് വേണം വലിയ അന്തസ്സായിട്ട് കാണാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ധൈര്യത്തോടെ നേരിടാൻ പറ്റും. ഈ സമയം വരുൺ പറയുന്നുണ്ട്, ഏട്ടത്തി, ഒരു കാര്യം അറിയോ? കടമംഗലത്തെ പരമേശ്വരൻ, അതായത് എൻ്റെ അച്ഛൻ, ഇത്രയും നാളും അതിസമ്പന്നനായാണ് ജീവിച്ചത്.
ഇപ്പോൾ എന്നാൽ അച്ഛൻ അതിദരിദ്രനാ. ഈ രണ്ടവസ്ഥയിലും അച്ഛന് കണിമംഗലം പരമേശ്വരൻ എന്നുള്ളൊരു പേരുണ്ട്. ആ പേരിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അത് അച്ഛൻ ഇത്രയും നാളും വളർത്തിയെടുത്ത അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ വിലയാണ്. അന്നേരം കൽപ്പന പറയണേ, അറിയാൻ വരുൺ, അതൊക്കെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നോക്കിക്കോ, എന്നെക്കുറിച്ച് സൂര്യക്ക് ഒരു പരാതിയും പറയാനുണ്ടാവില്ല. സൂര്യ പറയുന്നതെല്ലാം അനുസരിച്ച് സൂര്യ എതിർക്കാതെ നല്ലൊരു ഭാര്യയായിരിക്കും ഞാൻ. അന്നേരം വരുൺ പറയണേ, അല്ല ഏട്ടത്തി, ഏട്ടൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിവെക്കണമെന്ന് ഞാൻ പറയില്ല. ഏട്ടൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യാവകാശം എന്നാണല്ലോ. ഈ സമയം രാധിക പറയുന്നുണ്ട്, പിന്നെ ഏട്ടത്തി, ഇനി ഗൗതമത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ പറയാനൊന്നും മടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഏട്ടത്തിയുടെ കൂടെയുണ്ട്. ഈ സമയം കൽപ്പന ചിരിച്ചുകൊണ്ട് പറയണേ, ഇനി അങ്ങനെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഥവാ എന്തെങ്കിലും ആ പ്രശ്നം ഉണ്ടാക്കിയാൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, സൂര്യയോട് ഞാൻ പറഞ്ഞോളാം. സൂര്യ അവന് വേണ്ടത് കൃത്യമായിട്ട് തന്നെ കൊടുത്തോളും. അത് കേൾക്കുന്നതും വരുണിൻ്റെ രാധികക്കൊക്കെ ഒത്തിരി സന്തോഷമാകണേ. എന്നാൽ പിന്നെ വരുൺ, രാധികയെ ഞാൻ ഇറങ്ങട്ടെ. മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കാലിലൊക്കെ വീണ് അനുഗ്രഹം വാങ്ങിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വരുണിൻ്റെ രാധികയും മുത്തശ്ശി തന്നെ ഞെട്ടി നിൽക്കുവാണ്. മുത്തശ്ശി, ഇതിനു മുമ്പ് പലതവണ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, പല അഭിനയങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചത് അങ്ങനെയൊന്നുമല്ല, പൂർണ്ണ മനസ്സോടെ തന്നെയാണ്. കണിമംഗലത്തെ മുത്തശ്ശിയുടെ അന്തസ്സിനും അഭിമാനത്തിന് മുന്നിൽ തന്നെയാണ് ഞാൻ വണങ്ങിക്കൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി, രാധിക്ക് ഞാൻ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് കൽപ്പന അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. മക്കളെ, കൽപ്പനയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ മനസ്സുകൊണ്ട് നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്താണെങ്കിലും കൽപ്പനയുടെ ഈ മാറ്റത്തിന് കാരണം എൻ്റെ ഈ മോള് തന്നെയാണ്. അന്നേരം രാധിക പറയണേ, അയ്യോ മുത്തശ്ശി, അതിൽ ഞാനെന്ത് ചെയ്തിട്ടാ? ഏട്ടത്തി മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ, ദൈവം. കാലഘട്ടം ചിത്തിരിക്കാനുള്ള അധികാരവും അവകാശമൊന്നും എനിക്കില്ലല്ലോ, അത് ദൈവത്തിനല്ലേ ഉള്ളൂ. പിന്നെ മനസ്സ് കൈവിട്ടു പോയ ഏട്ടത്തിക്ക് എന്നാൽ കഴിയുന്ന വിധം കുറച്ച് ആത്മവിശ്വാസം നൽകാൻ പറ്റി, അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ മുത്തശ്ശി. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന രാധികയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ആ അടച്ചുപൂട്ടിയ റൂമിൽ ആകെ തകർന്നിരിക്കുന്ന ശ്യാമേനെയും അമൃതേനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം അമൃതയാണെങ്കിൽ ജനലിൽ കൂടി പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം അതുവഴി അവിടുത്തെ ഓരോ നേഴ്സുമാരും സ്റ്റാഫുകളും ഒക്കെ പോകുന്നുണ്ടാവും. അവരെയൊക്കെ വിളിക്കാനും അവരോടൊക്കെ സംസാരിക്കാനും അമൃത ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയം അമൃത ശ്യാമയുടെ അരികെ വന്നിരിക്കണേ. ശ്യാമേ, ഇവിടെയുള്ള സ്റ്റാഫുകളും നേഴ്സുമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷേ ഞാൻ എത്ര വിളിച്ചിട്ടും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ സമയം ശ്യാമ പറയണേ, ഏട്ടത്തി, ഇത് അവരുടെ തന്നെ എന്തോ ഒരു താവളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ളവരെല്ലാം അവരുടെ ആൾക്കാരായിരിക്കില്ലേ? അപ്പോൾ പിന്നെ അവർ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ അധികം ഒച്ച വെച്ച് പോലും സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഒച്ച വെച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ പോലും നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും വരാത്തൊരു സ്ഥലം ഒരുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്യാമേ, സ്ഥലമൊക്കെ കണ്ടിട്ട് ഇതേതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് വെച്ച് ആൾക്കാരുടെ അലർച്ചയും കരച്ചിലും ഒക്കെ കേൾക്കായിരുന്നു. നമ്മളെ ഭ്രാന്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാണോ അവർ ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത്? ആയിരിക്കും ഏട്ടത്തി. ദുഷ്ടന്മാർ പല കാര്യങ്ങളും ഇതുപോലെ ചെയ്തു കൂട്ടുമല്ലോ. ചിലപ്പോൾ അങ്ങനെ വല്ലതുമായിരിക്കും അവരുടെ മനസ്സിലിരിപ്പ്. എന്താണെങ്കിലും അവർ നമ്മുടെ ജീവൻ എടുത്തില്ലല്ലോ. ഇങ്ങനെ നരകിച്ചാണെങ്കിലും അവസാന നിമിഷം വരെ ഒരൽപ്പം ജീവൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഏട്ടത്തി. അതിനൊരവസരം ഭഗവാനായിട്ട് ഒരുക്കി തരും. ആ സമയം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എനിക്കെൻ്റെ മോളുടെ അരികിലെത്തിയാൽ മതി. അവളുടെ മടിയിൽ കിടന്ന് പിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയാലും എനിക്ക് ഒരു സങ്കടമില്ല ഏട്ടത്തി. എനിക്കെൻ്റെ മോള് വന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുവാണ്. അന്നേരം അമൃത പറയണേ, ശ്യാമേ, ഇങ്ങനെ തളർന്നു പോകല്ലേ, എല്ലാം നടക്കും, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ശ്യാമേ. എന്നിട്ട് അമൃത വീണ്ടും അവിടെ ജനലിൻ്റെ അവിടെ പോയി നിൽക്കുക. അവിടുത്തെ ഒരു സ്റ്റാഫ് വരുന്നതും അവരുടെ കൈ കയറി പിടിക്കണേ. അതെ, നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വിട്, ഭ്രാന്ത് മുതാലെ, അകത്ത് മിണ്ടാതിരിക്കണം, അല്ലാതെ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരരുത് എന്നും പറഞ്ഞ് അമൃതയോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ അവർ. ഈ സമയം അമൃത വീണ്ടും ശ്യാമയുടെ അരികെ വന്നിരിക്കണേ. നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ശ്യാമ. അവർ ഇവിടെയുള്ളവരെല്ലാവരും അവരുടെ ആൾക്കാരല്ലേ. അപ്പം പിന്നെ ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് ഏട്ടത്തി. എന്താണെങ്കിലും ഭഗവാൻ നമുക്ക് ആയുസ് നീട്ടി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഏട്ടത്തി എനിക്ക് എന്ന് പറഞ്ഞ സങ്കടത്തോടെ ഇരിക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രാധികയും യശോദയും അതുപോലെ വരുണും പിന്നെ അവിടെ രാധികയെ സഹായിക്കാനുള്ള രണ്ട് ചേച്ചിമാരും ഒക്കെ ചേർന്ന് ആറ്റുകാശ്ശേരി സദ്യയുടെ കാര്യങ്ങളൊക്കെ
തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ ജോലി ചെയ്യുവാണ് കേട്ടോ. ഈ സമയം വരുണും ചാടി നിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാധികയോട് പറയണേ, അതെ ഇതിൽ മുളക് പൊടിയൊക്കെ ഞാൻ ഇട്ടോളാം. ദേ വരുൺ സൂക്ഷിച്ച്. എടോ ഇതൊക്കെ ഞാനും ഒന്ന് പഠിക്കട്ടെന്നേ. എന്താമ്മേ നമുക്കും ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണ്ടേ? എന്നിട്ട് വേണ്ടേ ഇയാൾക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ? ഓ അത് ശരി, അപ്പം അമ്മാരിമോനും അമ്മയും കൂടി എനിക്ക് കോമ്പറ്റീഷൻ തരാൻ നിൽക്കുവാണോ? ഈ സമയം അവിടെയുള്ളൊരു ചേച്ചി വരണേ, ആരൊക്കെ എത്ര ശ്രമിച്ചാലും രാധകുമാർ ഉണ്ടാക്കുന്നത് പോലെ ഭക്ഷണം പാചകം ചെയ്യാനേ ആർക്കും പറ്റില്ല. അത് നേരാ എന്ന് കൂടെയുള്ള ചേച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒത്തിരി സന്തോഷത്തോടെ പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സൂര്യനെയാണ്. ഈ സമയം കൽപ്പന തൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സൂര്യക്ക് മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വരികയും സൂര്യക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൽപ്പന ഉണ്ടാക്കിയ ആ ഭക്ഷണമൊക്കെ കഴിച്ച് അതെല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് സൂര്യ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് കൽപ്പന ചോദിക്കണേ, സത്യമാണോ സൂര്യ, അല്ലെങ്കിൽ ചുമ്മാ എന്നെ സന്തോഷിപ്പിക്കാൻ പറയുവാണോ? എടോ ഭക്ഷണം നല്ലതല്ലെങ്കിൽ ഞാനത് ആരുടെ ആണെങ്കിലും മുഖത്ത് നോക്കി പറയും, അതിലെനിക്ക് ഒരു മടിയില്ല. ശരിക്കും ശരിക്കും നല്ല രുചിയുണ്ടോ സൂര്യ? ഉണ്ടടോ എന്നും പറഞ്ഞ് സൂര്യ സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം ആസ്വദിച്ച് കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശേരിയും ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അവിടെ ആ പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ കൂടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും അവരുണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കാരണം ആ ഡയറക്ടറാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഈ സമയം മുത്തശ്ശിയും പ്രിയങ്കയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയണേ, പാട്ടുകാരൻ വന്നാൽ അത് കൊള്ളില്ല, മ്യൂസിക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ അതും കൊള്ളില്ല. ഓ ഇങ്ങനെയുണ്ടോ അവൻ ചുരുമോടാ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആ ഡയറക്ടറിൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് കലിപൂണ്ടിരിക്കുവാണ്. പിന്നീട് വരുണിൻ്റെ മടിയിൽ സന്തോഷത്തോടെ കിടക്കുന്ന രാധികേനെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിലുള്ളത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്